നല്ല പോർപൊരുതിടാം, വിശ്വാസത്തിൽ നിൽക്കാം, ജീവകിരീടം പ്രാപിപ്പാൻ നാം കാത്തു നിന്നിടാം. നല്ല പോർപൊരുതിടാം, വിശ്വാസത്തിൽ നിൽക്കാം, ജീവകിരീടം പ്രാപിപ്പാൻ നാം കാത്തു നിന്നിടാം. സിയോൻ യാത്രക്കാരായി നാം യാത്ര ചെയ്തിടാം, നീതിസൂര്യൻ യേശുവിനായി കാത്തു നിന്നിടാം. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ അനിൽ മേക്കുഴൂർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയ്സ് ശ്രദ്ധിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നാം വായിച്ച വേദഭാഗത്ത് ഒരു ഓട്ടക്കാരൻ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് ലേഖനകാരൻ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു മത്സരാർത്ഥി ശ്രദ്ധിക്കേണ്ടതായ അനവധി നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുന്നോട്ട് ഓടുമ്പോൾ വിജയസ്ഥാനത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൽ നാം ഒരു ഓട്ടക്കളത്തിലാണ് ഓരോ വിശ്വാസികളുമായിരിക്കുന്നത്. നാം ക്രിസ്തീയ ഓട്ടക്കാരാണ്, വിശ്വാസത്തിൻ്റെ ഓട്ടക്കാരാണ്. എന്നാൽ ഈ ഓട്ടക്കളത്തിൽ നാം ഓടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ പല കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ ലേഖനകാരൻ നമ്മോട് പറയുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ സമയത്ത് താൻ എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പരാമർശിച്ചിരിക്കുകയാണ്: ഞാൻ ഓട്ടം തികച്ചു. അതെ, നമ്മുടെ ജീവിത അന്ത്യം വരെയും നാം ഒരു ഓട്ടക്കളത്തിലാണ് ആയിരിക്കുന്നത്. നാം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഓടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഒന്നാമതായിട്ട് നാം കാണുന്നു, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട് എന്നുള്ളതായൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതാണ് ഓട്ടക്കാരൻ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഈ സാക്ഷികളുടെ സമൂഹം എന്ന് പറയുന്നത് അതിൻ്റെ 11-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ നായകർ അഥവാ ഈ ഓട്ടക്കളത്തിൽ ഓടി സാക്ഷ്യം പ്രാപിച്ചതായ പ്രിയപ്പെട്ടവരെക്കുറിച്ച്. അപ്പോൾ ഇത്ര വലിയ ഒരു സാക്ഷികളുടെ ഒരു സമൂഹം തന്നെ നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്, മാതൃകയുള്ളവരായിട്ട് നിൽക്കുന്നു. ആകയാൽ ഇവിടെ ലേഖനകാരൻ നമ്മെ ഓർപ്പിക്കുകയാണ്, ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നാം ഓടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സാക്ഷികളുടെ സമൂഹമുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. രണ്ടാമതായിട്ട് നാം ഓടുമ്പോൾ സകല ഭാരവും വിട്ട് നാം ഓടണം എന്നാണ് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനേക ഭാരങ്ങൾ ഒരുപക്ഷെ നമുക്കുണ്ടായിരിക്കാം. എന്നാൽ ഈ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഓട്ടക്കാരൻ ഭാരമുള്ളതെല്ലാം ഇറക്കി വെക്കണം എന്നുള്ളതാണ്. ഒരു ഓട്ടക്കളത്തിലേക്ക് ഒരു മത്സരാർത്ഥി കടന്നു വരുമ്പോൾ ആ ഓട്ടക്കാരൻ ഭാരമുള്ളത്, പ്രത്യേകിച്ച് ഭാരമുള്ള ഡ്രസ്സുകൾ, ഭാരമുള്ള വസ്തുക്കളെല്ലാം അഴിച്ചു വെച്ച് വളരെ ലൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ച് വേണം ഓട്ടക്കളത്തിൽ വിജയപ്രാപ്തിക്ക് വേണ്ടി മുന്നോട്ട് പോകുവാനായിട്ട്. ഇവിടെ ഇതേ കാര്യം തന്നെയാണ് ഈ ലേഖനകാരൻ നമ്മെ ഓർപ്പിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വിജയം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ ഇറക്കി വെച്ചതിന് ശേഷം മാത്രമേ നാം മുന്നോട്ട് ഓടുവാനായിട്ട് പാടുള്ളൂ. അങ്ങനെ നാം ഓടുമ്പോൾ വിജയത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്ക് ഭാരങ്ങൾ ഇറക്കി വെക്കുവാനായിട്ട് ഒരു സ്ഥലമുണ്ട്.
കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു പത്രോസിൻ്റെ ലേഖനത്തിൽ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ഭാരവും അവൻ്റെ മേൽ വെച്ചുകൊള്ളുവിൻ. നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരങ്ങൾ ഈ കർത്താവിലേക്ക് ഇറക്കി വെച്ച് നാം മുന്നോട്ട് ഓടുന്നുവെങ്കിൽ നമുക്ക് വിജയകരമായിട്ട് ഈ ഓട്ടം തികയ്ക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് നാം ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മുറുകെ പറ്റുന്ന പാപം വിട്ട് നാം ഓടണം. മുറുകെ പറ്റുന്നതായ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ച് പാപത്തോടുള്ള ബന്ധത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതായ കാര്യങ്ങൾ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതായ പാപങ്ങൾ. ഈ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഈ പാപങ്ങളെല്ലാം വിട്ടതിന് ശേഷം മാത്രമേ നാം ഈ ഓട്ടക്കളത്തിൽ തുടർന്ന് ഓടിക്കൊണ്ടിരിക്കേണ്ടത്. നമുക്കറിയാം, മുറുകെ പറ്റുന്ന എന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ കാൽപാദത്തിലുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ശരീരഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓടുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത ഏതെങ്കിലും പാപത്തിൽ നാം തുടരുന്നവരാണ് എങ്കിൽ നമുക്ക് ഈ ഓട്ടക്കളത്തിൽ വിജയത്തോടെ ഓടുവാനായിട്ട് സാധിക്കുകയില്ല. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉപേക്ഷിക്കേണ്ടതായ എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ, മുറുകെ പറ്റുന്നതായ എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ അതിനെ വിട്ട് മുന്നോട്ട് ഓടുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ഥിരതയോടെ ഓടുക എന്നുള്ളത്. സ്ഥിരതയോടെ ഓടുക എന്ന് പറയുമ്പോൾ നിർച്ചാതെ ഓടുക. മറ്റൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഈ ഓട്ടത്തിന് തടസ്സമാകാതെ നാം സ്ഥിരതയോടെ ഈ ഓട്ടക്കളത്തിൽ ഓടുവാനായിട്ട് ഇടയായിട്ട് തീരണം. ഏറ്റവും ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. യേശു കർത്താവിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നാം താഴോട്ടുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ഓട്ടക്കളത്തിൽ നാം ഓടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ പരമപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നാം ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കുക എന്നുള്ളതാണ്. എവിടെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത്? ഇവിടെ നാം വായിക്കുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ മാത്രം നോക്കുക. യേശുവിങ്കിലേക്കുള്ള നോട്ടം തെറ്റി നമ്മുടെ നോട്ടം മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളിലേക്കോ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിലേക്കോ ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങളിലേക്കോ നമ്മുടെ ശ്രദ്ധ വ്യതിചലിച്ചു പോകുന്നു എങ്കിൽ ഈ ഓട്ടക്കളത്തിൽ ശരിയായ വിധത്തിൽ നമുക്ക് ഓടുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ ഓടുമ്പോൾ നാം എവിടെയാണ് നോക്കുന്നത്? നമ്മുടെ സഭയിൽ അനേക പ്രിയപ്പെട്ടവരുണ്ട്, നമ്മുടെ കുടുംബത്തിൽ അനേക പ്രിയപ്പെട്ടവരുണ്ട്, നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഉത്സാഹിപ്പിക്കുന്നവരുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. ഇവരെ ഒന്നുമല്ല നാം നോക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കന്മാരെയല്ല, നാം നോക്കേണ്ടത് നമ്മുടെ സഭയിലുള്ള മറ്റേതെങ്കിലും വ്യക്തികളെയല്ല, നാം നോക്കേണ്ടത് ഈ ലോകത്തിലുള്ള ഏതെങ്കിലും വ്യക്തികളെയല്ല. നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഈ ഓട്ടക്കളത്തിലായിരിക്കുമ്പോൾ നമുക്ക് നോക്കുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യസ്ഥാനമായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം മുന്നോട്ട് നീങ്ങുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. സകല ഭാരവും വിട്ട് ഓടുവാൻ കർത്താവ് സഹായിക്കട്ടെ. മുറുകെ പാറ്റുന്ന പാപം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ വിട്ട് ഓടുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. സ്ഥിരതയോടെ ഓടുവാൻ, അതേ വിശ്വാസത്തിൻ്റെ നായകനായ ക്രിസ്തുവിനെ നോക്കി ഓടുവാനായിട്ട് ഈ ആലോചനകളാൽ ദൈവം നിങ്ങളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.